ഹായ് ഫ്രണ്ട്സ്, ലോ എമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്ലീ 2024 ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഓപ്ഷൻസും മുഴുവനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ആൻസർ പറഞ്ഞു പോകുന്ന രീതിക്കുള്ള ഒരു ഡിസ്കഷൻ അല്ല ഇന്നത്തെ വീഡിയോയിൽ. ഓരോ ക്വസ്റ്റ്യനും അതിൽ ഓരോ റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സിൻ്റെ മുകളിലുള്ള ഡിസ്കഷനും ഓരോ ഓപ്ഷൻസിൻ്റെ റെലവൻസ് എന്താണ്, ഓരോ ഓപ്ഷൻ എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കും നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ജോബ് സെക്യൂരിറ്റിയുടെ GK ഡൈജസ്റ്റിനെ കുറിച്ചിട്ട്. ഇനിയും അത് മിസ് ഔട്ടായി പോയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു GK എന്നുള്ള ടെക്സ്റ്റ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലീ ആസ്പിരൻസിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന GK ഡൈജസ്റ്റ് വാട്സാപ്പിൽ PDF ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ടീം വൺ ദി ICC T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കെല്ലാവർക്കും അറിയാം ഇതിന് ഫൈനൽ കഴിഞ്ഞിട്ട് ഒരു കപ്പിൾ ഓഫ് ഡേയ്സേ ആവുന്നുള്ളൂ. അതിൻ്റെ ആൻസർ വരുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു മാച്ച് നടന്നത്. അതിൽ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ചിൽ സൗത്ത് ആഫ്രിക്കയെ ബീറ്റ് ചെയ്തിട്ട് ഇന്ത്യയാണ് കപ്പ് അടിച്ചിട്ടുള്ളത് ICC T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നടന്ന ഈ T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 9th എഡീഷനാണ്. US ആൻഡ് വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ടാണ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്. അത് ഫസ്റ്റ് എഡീഷൻ നടന്നത് 2007 അതിൽ വിന്നറായിട്ടുള്ളതും നമ്മുടെ ടീം ഇന്ത്യ തന്നെയാണ്. അതിൽ ഇന്ത്യ തോൽപ്പിച്ചത് പാകിസ്ഥാനെയാണ് 2007 എഡീഷനിൽ. അതുമായി റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോൾ നിലവിൽ T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2 എണ്ണമാണുള്ളത്. ODI ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആണെങ്കിലും 2 എണ്ണം തന്നെയാണുള്ളത്. അങ്ങനെ ടോട്ടൽ വേൾഡ് കപ്സ് 4 എണ്ണം ഉണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് നിലവിൽ. റിലേറ്റഡ് ആയിട്ട് ഫൈനൽ നടന്ന സ്റ്റേഡിയത്തിൻ്റെ പേര് കെൻസിങ്ടൺ ഓവൽ ബാർബഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടന്നത്. വെസ്റ്റ് ഇൻഡീസിലായിരുന്നു ആ സ്റ്റേഡിയം ഉണ്ടായിരുന്നത്. ഈ സീരീസിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഫാസ്റ്റ് ബൗളർ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറയാണ്. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി ഫൈനൽ മാച്ച് വിരാട് കോഹ്ലിയാണ്. നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള രോഹിത് ശർമ്മ ഒരു റെക്കോർഡ് കൂടെ ഈ T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. T20 ഫോർമാറ്റിൽ 200 സിക്സസ് നേടുന്ന ആദ്യത്തെ പ്ലെയറായിട്ട് ബാറ്റ്സ്മാൻ ആയിട്ട് ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഇനി വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ പ്രസിഡന്റ് ആരാണ്, BCCI ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇന്ത്യയുടെ ക്രിക്കറ്റിൻ്റെ ഗവേണിംഗ് ബോഡി ആയിട്ട് വരുന്നത് BCCI ആണ്. അതിൻ്റെ പ്രസിഡന്റ്, അത്തരത്തിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂടെ നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2, who has been elected as the president of the European Council of the European Union എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B, ആൻ്റോണിയോ കോസ്റ്റയാണ്. ആൻ്റോണിയോ കോസ്റ്റ ഓപ്ഷൻ Aയിൽ കാണുന്ന ചാൾസ് മിഷേൽ എന്ന് പറയുന്ന ആളുടെ സക്സസർ ആയിട്ടാണ് വരുന്നത്. ആൻ്റോണിയോ കോസ്റ്റ പോർച്ചുഗലിൻ്റെ എക്സ് പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ ഇതിൽ ഓപ്ഷൻ Cയിൽ കാണുന്ന ഡെനിസ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ആൾ കറണ്ട് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയാണ്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ കറണ്ട് പ്രസിഡൻ്റാണ് ഡെനിസ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ആൾ. അതിൽ ഓപ്ഷൻ C കാണുന്ന ക്രിസ്റ്റീൻ ലഗാർഡെ കറണ്ട് പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ കറണ്ട് പ്രസിഡൻ്റാണ് ക്രിസ്റ്റീൻ ലഗാർഡെ എന്ന് പറയുന്ന ആൾ. ഇതുമായി റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഫോം ചെയ്ത ഇയർ 1993 ആണ്. ടോട്ടൽ 27 മെമ്പേഴ്സ് ആണുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രസൽസിലാണ്, ബെൽജിയം. ഇത്രയും സാധനങ്ങളാണ് കുറച്ച് ബേസ് ആയിട്ട് നമുക്ക് യൂറോപ്യൻ യൂണിയൻ റിലേറ്റഡ് ആയിട്ട് നോക്കാനുള്ളത്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂ ബിക്കം ദി ന്യൂ ചെയർമാൻ ഓഫ് CBDT ആണ് ക്വസ്റ്റ്യൻ. CBDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ B, രവി അഗ്രവാൾ എന്ന് പറയുന്ന ആളാണ്. ലേറ്റസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. അത് നിങ്ങൾ കാണുന്ന ഓപ്ഷൻ A, ഹീരാലാൽ സമരിയ എന്ന് പറയുന്ന ആളും ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ് തന്നെയാണ്. ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഓഫ് ഇന്ത്യ ആയിട്ട് വരുന്ന ആളാണ് ഓപ്ഷൻ Aയിൽ കാണുന്ന ഹീരാലാൽ സമരിയ. അതിൽ നിങ്ങൾ ഓപ്ഷൻ C കാണുന്ന ഇന്ദ്രമണി പാണ്ഡെ എന്ന് പറയുന്ന ആൾ ബിംസ്റ്റെക്കിൻ്റെ സെക്രട്ടറിയാണ്. ബിംസ്റ്റെക്കിൻ്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് വരുന്ന ആളാണ് ഇന്ദ്രമണി പാണ്ഡെ എന്ന് പറയുന്നത്. ഓപ്ഷൻ Dയും വിക്രം മിശ്രി എന്ന് പറയുന്ന ആളും ലേറ്റസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. ന്യൂ ഫോറിൻ സെക്രട്ടറി ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ആളാണ് വിക്രം മിശ്രി എന്ന് പറയുന്നത്. ഈ 4 ഓപ്ഷൻസ് വരുന്നതും ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് ആണ്. എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള 4 ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൂ ഈസ് ദി സെക്കൻഡ് ഇന്ത്യൻ ഫീമെയിൽ ബൗളർ ടു ടേക്ക് 10 വിക്കറ്റ്സ് ഇൻ എ ടെസ്റ്റ് മാച്ച്? ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ്സ് നേടുന്ന സെക്കൻഡ് ഇന്ത്യൻ ബൗളർ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സ്നേഹറാണ, ഓപ്ഷൻ C ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ ബൗളർ ആരാണെന്നുള്ളത്. അതിൻ്റെ ആൻസറാണ് ഓപ്ഷൻ Aയിൽ കാണുന്ന ജുലൻ ഗോസ്വാമി. ഓപ്ഷൻ B, ഹർമൻപ്രീത് കൗർ.
നമ്മുടെ ഇന്ത്യൻ വിമൻസ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. ഓപ്ഷൻ ഡിയിൽ കാണുന്ന സ്മൃതി മന്ദാന യങ്ങസ്റ്റ് T20 ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഓക്കെ, ഇന്ത്യയുടെ വനിതാ ടീമിൻ്റെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വോൺ ദി ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെൻറ്റ് 2024? 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെൻറ്റിൻ്റെ വിന്നർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വിശ്വനാഥൻ ആനന്ദാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് വിൻ ചെയ്തിട്ടുള്ള ആൾ, അതുപോലെ തന്നെ പത്മവിഭൂഷൺ നേടുന്ന ആദ്യത്തെ സ്പോർട്സ് പേഴ്സൺ, ഇത്രയും അച്ചീവ്മെൻറ്റ്സ് ഉള്ള ആളായിട്ടുള്ള വിശ്വനാഥൻ ആനന്ദാണ് ഈ വർഷത്തെ ലിയോൺ മാസ്റ്റേഴ്സ് 2024 വിൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ എയിലേക്ക് നോക്കുമ്പോൾ ഡി ഗുഗേഷ്, നമുക്കെല്ലാവർക്കും അറിയാം, മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടാവും, ഇന്ത്യയിലെ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്ററാണ് ഡി ഗുഗേഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ ബി എസ് വിജയലക്ഷ്മി, ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ ആയിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്ററാണ്. ഓപ്ഷൻ സി നമ്മൾ പറഞ്ഞു. ഓപ്ഷൻ ഡി അഭിമന്യു മിശ്ര എന്ന് പറയുന്നത് യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ഇൻ ദി വേൾഡ്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന അച്ചീവ്മെൻറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള ചെസ് പ്ലെയർ ആണ് അഭിമന്യു മിശ്ര. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 പെൻപിൻഡർ പ്രൈസ് വിൻ ചെയ്തത് ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് അരുന്ധതി റോയ് ആണ്. ഓക്കെ, 2009 തൊട്ടിട്ടാണ് ഈ പെൻപിൻഡർ പ്രൈസ് എന്ന് പറയുന്ന പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇൻ മെമ്മറി ഓഫ് ഹെറോൾഡ് പിൻറ്റർ എന്ന് പറയുന്ന ഒരു നൊബേൽ പ്രൈസ് വിന്നറാണ്. ആളുടെ മെമ്മറിയിലാണ് ഇങ്ങനെ ഒരു പ്രൈസ് കൊടുക്കുന്നത്. അത് 2024 വിന്നർ അരുന്ധതി റോയ് ആണ്. അതുപോലെ അരുന്ധതി റോയിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബുക്കർ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള ആൾ അരുന്ധതി റോയ് ആണ്. 1997 ആദ്യമായിട്ട് അരുന്ധതി റോയ്ക്ക് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന അവരുടെ പുസ്തകത്തിന് ബുക്കർ പ്രൈസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ സി നോക്കുകയാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസിലെല്ലാം വളരെ റെലവൻ്റ് ആയിട്ട് നിന്നൊരു ഓപ്ഷനാണ് നിങ്ങൾ കാണുന്ന റസ്കിൻ ബോണ്ട്. അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് വിൻ ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് നോക്കുക. 2024 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് വിന്നർ റസ്കിൻ ബോണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ഹു ഹാസ് ബിക്കം ദി സ്പീക്കർ ഓഫ് ദി 18th ലോക്സഭ? 18ാമത് ലോക്സഭയുടെ സ്പീക്കർ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻ എ ഓം ബിർള. കഴിഞ്ഞ 17ാമത് ലോക്സഭയിലും അദ്ദേഹം തന്നെയായിരുന്നു സ്പീക്കറായിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ലോക്സഭാ സ്പീക്കർ ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, GV മാവ്ലങ്കാറാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫീമെയിൽ ലോക്സഭാ സ്പീക്കർ മീര കുമാറാണ്. അതൊന്നും എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു കോമ്പോണൻറ്റ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്ലീലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹു വാസ് ദി ഫസ്റ്റ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഫീമെയിൽ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റത്തെ സ്പീക്കർ നമ്മൾ പറഞ്ഞു GV മാവ്ലങ്കാറാണ്. ഫസ്റ്റ് ഫീമെയിൽ സ്പീക്കർ മീര കുമാറാണ്. ഇതിൽ ഓപ്ഷൻ ബി നോക്കുന്ന സമയത്ത് JP നദ്ദ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ലീഡർ ഓഫ് ദി ഹൗസ് ഇൻ രാജ്യസഭ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ സി ആയിട്ടുള്ള ഭർതൃഹരി മഹ്താബ് പ്രോട്ടേം സ്പീക്കറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം രാഹുൽ ഗാന്ധിയാണ് ഓപ്ഷൻ ആയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ദി 18th ലോക്സഭയാണ്. കഴിഞ്ഞ 2 ടേമായിട്ടും ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ലോക്സഭയിൽ വേക്കൻ്റായി കിടക്കുകയായിരുന്നു. ഈ വർഷം 18th ലോക്സഭയിൽ ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ ആയിട്ട് രാഹുൽ ഗാന്ധിയാണ് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഇൻ ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം നമ്മുടെ ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻ വൈസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഇൻ കേരള പോലുള്ള കമ്പോണൻസ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈഡ് വെച്ച് പഠിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതെന്തായാലും. അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും ഇതെന്തായാലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള നാറ്റോ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ദി ന്യൂ സെക്രട്ടറി ജനറൽ ഓഫ് നാറ്റോ? അതിൽ ആൻസറിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് നാറ്റോനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. ഫോം ചെയ്ത ഇയർ 1949 ആണ്. ഓക്കെ, 1949 നാറ്റോ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 32 ആണ്. ലേറ്റസ്റ്റ് ജോയിൻ നാറ്റോ സ്വീഡൻ ആണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രുസൽസ് ആണ്, ബെൽജിയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് നാറ്റോനെ പറ്റി ഒരു ബ്രീഫായിട്ട് പറയാനുള്ളത്. അതിൻ്റെ ആൻസറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി മാർക്ക് റൂട്ടാണ്. ഓപ്ഷൻ ബി മാർക്ക് റൂട്ടാണ് ഹു ഇസ് ദി ന്യൂ സെക്രട്ടറി ജനറൽ ഓഫ് നാറ്റോ. അദ്ദേഹവും ജെൻ സ്റ്റോൾട്ടൻബർഗ് എന്ന് പറയുന്ന ആളുടെ സക്സസർ ആയിട്ടാണ് വരുന്നത്. അതായത് മാർക്ക് റൂട്ടിന് തൊട്ട് മുൻപ് സെക്രട്ടറി ജനറൽ ആയിട്ടിരുന്ന ആളാണ് നിങ്ങൾ ഓപ്ഷൻ എയിൽ കാണുന്ന ജെൻ സ്റ്റോൾട്ടൻബർഗ് എന്ന് പറയുന്ന ആൾ. ഓപ്ഷൻ സി ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള സാർക്കിൻ്റെ സെക്രട്ടറി ജനറലാണ്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സാർക്കിൻ്റെ സെക്രട്ടറി ജനറലാണ് ഗൊലാം സർവാർ എന്ന് പറയുന്ന ആൾ. ഓപ്ഷൻ ഡിയിലേക്ക് വരുന്ന സമയത്ത് കാവ് കിം ഹോൺ എന്ന് പറയുന്നതും ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആളാണ്.
ASEAN എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് വരുന്ന ആളാണ് കോ കിം ഹോൺ. ASEAN സ്റ്റാൻഡ്സ് ഫോർ അസോസിയേഷൻ ഫോർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കൺട്രി ഹാസ് ബിക്കം ദി ഫസ്റ്റ് കൺട്രി ടു ബ്രിങ് സോയിൽ ഫ്രം ഡാർക്ക് സൈഡ് ഓഫ് ദി മൂൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് ചൈനയാണ്. ചൈനയാണ് അതിൻ്റെ ആൻസർ. ചൈനയുടെ മിഷൻ്റെ പേര് Chang'e-6 എന്ന് പറയുന്ന ചൈനയുടെ മിഷനിലാണ് ചൈന മൂണിൻ്റെ ഡാർക്ക് സൈഡിൽ നിന്ന് സോയിൽ കളക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതുമായി റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ USA-ക്കും റഷ്യക്കും ചൈനക്കും ഇന്ത്യക്കും എല്ലാം ലൂണാർ മിഷൻസ് ഉണ്ട്. റഷ്യയുടെ ലൂണാർ മിഷൻ്റെ പേര് ലൂണ 25 എന്നുള്ളതാണ്. ഇന്ത്യയുടെ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത മിഷനായിരുന്നു ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. മൂണിൽ സൗത്ത് പോൾ സൈഡിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ കൺട്രി ആയിട്ട് ഇന്ത്യ മാറിയതും ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന മിഷനിലൂടെയാണ്. USA-യുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ മൂണിൻ്റെ സർഫസിൽ ആദ്യമായിട്ട് റെയിൽവേ പ്ലാൻ ചെയ്യുന്ന കൺട്രി ആയിട്ട് USA മാറിയിട്ടുണ്ട്. USA-യുടെ നാസയാണ് അത്തരത്തിലുള്ളൊരു മിഷൻ പ്ലാൻ ചെയ്യുന്നത്, മൂണിൻ്റെ സർഫസിൽ റെയിൽവേ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഇയർ വാസ് ഡിക്ലെയർഡ് ബൈ ദി യുണൈറ്റഡ് നേഷൻസ് ആസ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി? ഇതിലേത് വർഷമാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് UN ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. 2025 ആണ് അതിൽ ആൻസർ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം 2024 ഇയർ ഓഫ് ക്യാമലിഡ്സ് ആണ്. 2023 ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, UN ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2025 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വേർണർ ഹെയ്സൻബർഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിസിസിസ്റ്റ് 100 ഇയേഴ്സ് ബാക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റിയിട്ടൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്തിരുന്നു. അത് കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2025 അതിൻ്റെ 100th സെഞ്ച്വറി ആയിട്ടുള്ള 2025 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UN ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മളപ്പോൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസുമാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും, ഓപ്ഷൻസിനെ പറ്റിയിട്ടും വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ കാണുന്ന കീവേഡ്സിൻ്റെ മുകളിലുള്ള ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പരന്ന വായന ഉണ്ടെങ്കിൽ മാത്രമേ GK കറണ്ട് അഫയേഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല, അതിൽ ഓപ്ഷൻസ് കൊടുത്ത് തന്നെ ഓപ്ഷൻസ് വരണമെന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ ചെയ്ത പോലെ ഒരു പരന്ന വായന, പരന്ന രീതിക്കുള്ള വായന ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ 45 ഒരു 40 ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിൽ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഡിസ്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതും റിസർച്ച് നടത്തിയിട്ട് വേണം നിങ്ങൾ GK പ്രിപ്പയർ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഒരു 45 ഒരു 35 to 40 ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഒരു പരന്ന വായന തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് വായിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജോബ് സെക്യൂരിറ്റിയുടെ സ്റ്റുഡൻസിന് എല്ലാ മാസവും കൃത്യമായിട്ട് ഡൈജസ്റ്റ് ആയിട്ട് GK കമ്പൈൽ ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഡൈജസ്റ്റ് കിട്ടണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് GK എന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി വാട്സാപ്പിൽ. നിങ്ങൾക്ക് അതിൻ്റെ PDF ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ക്ലീ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് ലോ എമിനൻസ് ജോബ് സെക്യൂർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ.